NCP-SP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, എറണാകുളം ജില്ലാ പ്രസിഡന്റ് റെജി ഇല്ലിക്കപ്പറമ്പിൽ, ദേശീയ ജനറൽ സെക്രട്ടറി ന്യൂനപക്ഷ വിഭാഗം കുര്യൻ എബ്രഹാം, എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി PR രാജീവ് എന്നിവർ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. NCP-SP സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം കഴിഞ്ഞ ജൂൺ 10 എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ് ചുമതലയേറ്റത്. അതിനുശേഷം ജില്ലയിലെ വ്യാപകമായ എല്ലാ ജില്ലകളിലും പ്രവർത്തക കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇടുക്കിയിലായിരുന്നു, ഇന്ന് ആലപ്പുഴയിലാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളൊക്കെ കഴിഞ്ഞു, എറണാകുളം കഴിഞ്ഞു, കോഴിക്കോട്, പാലക്കാട് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇനിയും 4-5 ജില്ലകളിൽ മാത്രമേ ബാക്കിയുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി വലിയ ഒരു അനുഭാവി പങ്കാളിത്തം ഈ കൺവെൻഷനുകളിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. അത് പ്രത്യേകമായി എടുത്തു പറയാനുണ്ടായ ഒരു കാരണം, ഇത്തരം ഈ ചുമതല എന്നിൽ ഏൽപ്പിക്കുന്നതിന് ശേഷം തന്നെ നേരത്തെ മുതലേ ഈ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലും അതുവഴി നിയമസഭയ്ക്കകത്തും ഗവൺമെന്റിലും ഒക്കെ പങ്കാളികളായിട്ടുള്ള കുറച്ചാളുകൾ പാർട്ടി വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, സാധാരണഗതിയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മുഖത്ത് ഇന്ത്യ ബ്ലോക്കിനകത്ത് നിന്നുകൊണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്നുകൊണ്ടും കാലമായി പ്രവർത്തിക്കുന്ന ഈ പാർട്ടിയോട് ഇന്ത്യ ബ്ലോക്കിൻ്റെയും ഇടതു ജനാധിപത്യ മുന്നണിയുടെയും രാഷ്ട്രീയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ആരും പുതിയ ഒരു രാഷ്ട്രീയ സംവിധാനത്തിനെ കുറിച്ച് ഇഷ്ടപ്പെടാത്ത ആയതുകൊണ്ടാണ് ഇത്രയും ജനങ്ങളും പ്രവർത്തകരും ഞങ്ങളുടെ കൂടെ തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും ആ കാലഘട്ടത്തിലെല്ലാം അവർ ഈ ശ്രീ ശശീന്ദ്രനും ശ്രീ തോമസ് കെ തോമസും NCP-SP എന്ന പേരുപയോഗിക്കുന്നു. പിന്നീട് ചുരുങ്ങിയ ദിവസം കൊണ്ട് അവരത് മാറ്റി NCP-S ബ്രാക്കറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നു. ആ എസിന് സെക്കുലർ എന്ന വിശദീകരണവും നൽകുന്നു. ഇത് രാഷ്ട്രീയമായും ധാർമ്മികമായും നിയമപരമായും ശരിയല്ല എന്നതാണ് ഞങ്ങളുടെ വാദഗതി. ആ വാദഗതി തുടർച്ചയായി അവരത് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പല തവണകളായി അവരോട് അത് ആവശ്യപ്പെട്ടിട്ടും അതിനെ അംഗീകരിക്കാൻ കഴിയാതെ തയ്യാറാവാതെ അതേ പേരിൽ തന്നെ യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം എറണാകുളം മുൻസിഫ് കോടതിയിൽ ഈ പേര് ഉപയോഗിക്കാൻ പാടില്ല, ഇതിൻ്റെ തുടർച്ചാവകാശം ശരത് പവാർ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഘടകമായ ഞാൻ PM സുരേഷ് ബാബുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഘടകത്തിനാണ് എന്ന് ഉത്തരവിലൂടെ പ്രഖ്യാപിക്കണമെന്നും അതുപോലെ മറ്റ് ആളുകൾ ശ്രീ തോമസ് കെ തോമസ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ആ പേരുപയോഗിക്കുന്നത് ഒരു അഡ് ഇൻറ്ററിം ഇൻജങ്ഷനിലൂടെ തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ എറണാകുളം മുൻസിഫ് 1 കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഇന്നലെ അത്തരം പേരുകളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് മുൻസിഫ് പ്രഖ്യാപിക്കുകയും ഉണ്ടായി. അതിൽ പറഞ്ഞിട്ടുള്ളത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാർ എന്നോ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എസ് എന്നോ NCP-SP എന്നോ NCP-S എന്നോ ഒരു കാരണവശാലും ശ്രീ തോമസോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളോ ഉപയോഗിക്കരുത് എന്ന് നിർബന്ധപൂർവം കോടതി കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പനയുടെ ജിസ്റ്റ് ശ്രീ കുര്യൻ ഇവിടെ വായിക്കും, അത് നിങ്ങൾക്ക് തരുന്നുമുണ്ട്. മുൻസിഫ് കോർട്ട് എറണാകുളം IA number OS number IA number 1/2026 in OS number 819/2026. Order. I am satisfied that the petitioner has a prima facie case and the balance of convenience is in its favor. If the ad interim temporary injunction is refused, it may cause irreparable injury to them. From the facts brought on record, the object of the ad interim injunction would be defeated by the delay
if notice to the respondent is ordered in this petition. Hence, the respondent and his agents are restrained by an order of ad interim in temporary injunction from using Nationalist Congress Party in brackets Sharad Chandra Pawar or Nationalist Congress Party in brackets S or its abbreviations NCP-SP/NCP-S as a name for his proposed new political party, or to use the name to denote his political activities until 16/7/2026. ഇതാണ് ഓർഡറിന്റെ പ്രസക്ത ഭാഗം. അതുകൊണ്ട് 11-ാം തീയതി ഈ പാർട്ടിയുടെ പേരിൽ എറണാകുളം ഗംഗോത്രി ഹാളിൽ ഒരു യോഗം നടത്തുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ചില സുഹൃത്തുക്കൾക്കും വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്. ആ യോഗം നിയമവിരുദ്ധവും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്തതുമാണ്. ആ നിയമവിരുദ്ധമായ യോഗവുമായി അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ കോടതി അലക്ഷ്യ നടപടിയുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട നിങ്ങളോട് പറയാനുള്ളത്. പാർട്ടിയുടെ എല്ലാ പിന്തുടർച്ചയും ഈ പാർട്ടിയുടെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഞങ്ങൾക്കാണ്. ശ്രീ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ ഘടകമാണ്. കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷനോട് കേരളത്തിലെ ഇലക്ടറൽ ഓഫീസറോട് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്ക് പേരുപയോഗിക്കാനും മാൻ ബ്ലോയിങ് തോഹ എന്ന ചിഹ്നം ഉപയോഗിക്കാനും അനുവാദം കൊടുക്കണമെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ റിട്ടേണിംഗ് ഓഫീസർക്കും നിർദ്ദേശം കൊടുക്കണം എന്നുകൂടി നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കത്തിന്റെ കോപ്പി കൂടി, ഓർഡറിന്റെ കോപ്പി കൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ പാർട്ടിയുടെ പേരുപയോഗിക്കാൻ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അവകാശമില്ല. അവർ ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. അവരുടെ ജനാധിപത്യ അവകാശത്തെ ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യുന്നുമില്ല. അവർക്ക് പാർട്ടി ഉണ്ടാക്കാം, പാർട്ടിയുടെ പേര് ചോദിക്കാം, തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ ജനാധിപത്യപരമായി നമ്മുടെ ഭരണഘടന ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോ അനുവദിക്കുന്നുണ്ടോ അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനം എന്നതിൽ ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയുടെ പേരോ അതിന്റെ കൊടിയോ അതിന്റെ ചിഹ്നമോ അതിന്റെ പേരിലുള്ള അബ്രിവേഷനോ ഒന്നും തന്നെ അവർ ഉപയോഗിക്കരുത്. അത് ആ ലേബിളിൽ അവരെ അറിയപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. 7ഓളം തൊഴിൽ നിയമങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് പോലും ബ്രിട്ടീഷ് എംപയറിന്റെ കാലഘട്ടത്തിൽ തൊഴിലാളികൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അവകാശങ്ങളെയെല്ലാം വെട്ടി നിരത്തി 4 ലേബർ കോഡാക്കി മാറ്റിയതിന്റെ പ്രബലമായ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തൊഴിലാളികളെ പിരിച്ചുവിട്ടിട്ടുള്ളത്. അവരെ എല്ലാവരെയും ഒരു തരത്തിലുമുള്ള ഗ്യാപ്പ് ഇല്ലാതെ തിരിച്ചെടുക്കണം എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ അഭിപ്രായം.